ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സിമ്പിളായിട്ടൊരു സ്റ്റേജ് എങ്ങനെ അറേഞ്ച് ചെയ്യുക, ഇൻട്രസ്റ്റ് ഉള്ളവർ മാത്രം വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. സ്റ്റേജിന് മെയിനായിട്ട് ഒരു പ്ലാറ്റ്ഫോം, ഒരു ബാക്ക്ഗ്രൗണ്ട്, ദെൻ ഗ്രൗണ്ട് ലെവലിലൊന്നൊരു 20 സെൻറ്റിമീറ്റർ മിനിമം ഹൈറ്റും വേണം. ഫർണിച്ചറിന് യൂസ് അല്ലാത്ത വേസ്റ്റ് വുഡാണ് ഈ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഫുള്ളായി എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് സ്റ്റേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ടോപ്പ് ക്വാളിറ്റി വുഡിൻ്റെ ഒന്നും ആവശ്യമില്ല. ആൾറെഡി ഈ സ്റ്റേജിലുള്ള എല്ലാ പാർട്സും ഞാൻ പ്രോപ്പർ ലെങ്ത്തിലും വിഡ്ത്തിലും ഒക്കെ കട്ട് ചെയ്ത് അറേഞ്ച് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു 5 മിനിറ്റ്സ് മതിയാവും. 2 ഷീറ്റ് ഇട്ടിട്ടപ്പോൾ തന്നെ നമ്മളെ പ്ലാറ്റ്ഫോം റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്ക്ഗ്രൗണ്ടാണ്. ഈ സ്റ്റേജിൻ്റെ വർക്കിംഗ് വീഡിയോസ് ഒന്നും റെക്കോർഡ് ചെയ്തിട്ടില്ല. 3 ഡേയ്സ് കംപ്ലീറ്റ് ആയിട്ട് ഈ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. അത് പോയിട്ട് എനിക്ക് ഒരു കൺഫ്യൂഷൻ ആയിരുന്നു, ഇത് ഫൈനൽ എന്താവുമെന്ന്. ഈ സ്റ്റേജിൻ്റെ ലെങ്തും വിഡ്ത്തും 8x8 ആണ്. ലെങ്ത് 8 ഫീറ്റ്, വിഡ്ത്ത് 8 ഫീറ്റ്. ഇതൊരു സ്റ്റാൻഡേർഡ് സൈസാണ്. ഇതിലെ വുഡെല്ലാം സ്ക്രൂ ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിലെ ഓരോ വുഡും സെപ്പറേഷൻ ചെയ്തെടുക്കാൻ പറ്റും. ഇതിലെ ഫസ്റ്റ് ഫങ്ഷൻ ബേബി ഷവർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ സ്ക്വയറിലുള്ള 4 വുഡൻ ബോക്സ് നമ്മൾ ചെയ്തെടുത്ത്. ഫങ്ഷൻ്റെ തലേ ദിവസം നൈറ്റാണ് ഇതിൻ്റെ വർക്ക് തന്നെയും കംപ്ലീറ്റ് ആവണം. വൈറ്റ് പെയിൻറ്റ് ഫുൾ വുഡിൽ അടിക്കാൻ വേണ്ടി തികഞ്ഞില്ല. നൈറ്റ് ആയിരുന്നുകൊണ്ട് തന്നെ ഷോപ്പൊന്നും ഓപ്പണിങ്ങും അല്ലായിരുന്നു. സ്റ്റേജിൽ 2 പേർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സിറ്റിംഗ് പ്ലേസ് നമുക്ക് അറേഞ്ച് ചെയ്യണമായിരുന്നു. അതിനുവേണ്ടി സിമ്പിളായിട്ട് 2 സ്ക്വയർ ബോക്സിൻ്റെ ടോപ്പിലായിട്ട് 4 വുഡൻ പീസസ് ചേർത്ത് വെച്ചിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ഫിക്സ് ചെയ്യുകയാണ്. അപ്പോഴേക്കും നമുക്ക് കംഫർട്ടബിളായിട്ട് അവിടെ ഇരിക്കാൻ വേണ്ടി പറ്റും. ഈ സ്റ്റേജിലെ വർക്ക് ഫുള്ള് വേസ്റ്റ് വുഡാണ്. സിമ്പിൾ വർക്കുമാണ്. എന്നാൽ ഫൈനൽ ഔട്ട്പുട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നണമെന്ന് കമൻറ്റ് ചെയ്യണം. അത്യാവശ്യം ക്വാളിറ്റിയും ഫോട്ടോയ്ക്ക് നല്ല ലുക്കും ഉണ്ടായിരുന്നു. ഈ സ്ക്വയർ ബോക്സസിലെ ലെറ്റേഴ്സ് എല്ലാം പെയിൻറ്റ് ചെയ്ത് തന്നത് എൻ്റെ ഫ്രണ്ട് അരുണാണ്. അപ്പോൾ അവനും ഒരു സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട്. ഫൈനൽ ബോക്സും ഫിക്സ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോഴേക്കും സ്റ്റേജിൻ്റെ ഒരു ലെവൽ വർക്ക് ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബാലൻസ് വർക്ക് എന്ന് പറയുന്നത് തറയിൽ ഇറങ്ങുന്ന മാറ്റും ബാക്ക്ഗ്രൗണ്ടിൽ ഇറങ്ങുന്ന ഡെക്കറേഷനുമാണ്. അപ്പോൾ അത് ഫുള്ള് എൻ്റെ ഫ്രണ്ട്സാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ എൻ്റെ ഷോർട്സിലുണ്ട്. വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ബോറടിപ്പിക്കുന്നില്ല. ബേബി ഷവർ കഴിഞ്ഞിട്ട് ആ വീക്കിൽ തന്നെ വീട്ടിൽ നെക്സ്റ്റ് ഫംഗ്ഷൻ നടക്കുകയാണ്. സിസ്റ്ററിൻ്റെ കൊച്ചിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ. അപ്പോൾ എനിക്ക് വീണ്ടും കുറച്ചുകൂടെ വർക്ക് ചെയ്യാനുള്ള ടൈം കിട്ടി. സ്റ്റേജ് ഒന്നുകൂടെ സിമ്പിളായിട്ട് അപ്ഡേറ്റ് ചെയ്ത്. ബട്ട് ഈ ലെവലിലായിട്ടാണ് ബേബി ഷവറിന് സ്റ്റേജ് ചെയ്യണമെന്ന് വിചാരിച്ചത്. ബട്ട് അതിനുള്ള ടൈം നമുക്ക് ഒട്ടും കിട്ടിയില്ല. എന്നാലും സിസ്റ്ററിൻ്റെ കൊച്ചിൻ്റെ ബർത്ത്ഡേ എല്ലാവരും കൂടെ അടിപൊളിയായിട്ട് സെലിബ്രേറ്റ് ചെയ്ത്. ഇനി നമ്മളെല്ലാവരും വാച്ച് ചെയ്യാൻ പോകുന്നത് നൈറ്റ് വ്യൂ ആണ്. ഞാനിവിടെ ഗാർഡൻ എല്ലാം ചെയ്തിരിക്കുന്നത് തന്നെ 2 ആംബിയൻസിലാണ്. മോർണിംഗ് ഒരു ടൈപ്പ് ആംബിയൻസും നൈറ്റ് ആണെങ്കിൽ ഒരു റൊമാൻറ്റിക് ടൈപ്പ് ആംബിയൻസിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കൊരു റൊമാൻറ്റിക് ആംബിയൻസ് ഈ പ്ലേസിലെല്ലാം തോന്നുന്നുണ്ടോ എന്ന് മറക്കാതെ കമൻറ്റ് ചെയ്യണം. ഈ വർക്ക് സ്റ്റാർട്ട് ചെയ്യണ സമയത്ത് എല്ലാവരും എന്നെ കളിയാക്കുമായിരുന്നു, 2 ആംബിയൻസിലാണ് ചെയ്യണത്, ഇതൊക്കെ വല്ലതും നടക്കണ കാര്യമാണോ. നല്ലൊരു മഴ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യണത്. പക്ഷേ ആ ടൈമിൽ ഇതിനകത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക ഫീലാണ്. അത് നിറയെ ട്രീസ് ഉള്ളതുകൊണ്ടായിരിക്കാം, ഗ്രാസ് ഉള്ളതുകൊണ്ടായിരിക്കാം. പക്ഷേ എന്ത് തന്നെ ആയിരുന്നാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് ഔട്ട്ലെറ്റിൻ്റെ ടോപ്പ് വ്യൂ ആണ്.